ഹലോ ഗൈസ്, എത്ര കഴിച്ചാലും മടുക്കാത്ത നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ചക്ക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കുരു ഉണ്ടെങ്കിൽ ഈ ഒരു ഈവനിങ് സ്നാക്ക് എന്തായാലും ട്രൈ ചെയ്യണം. മെയിനായിട്ട് ചക്കക്കുരു ആണ്. ഗരം മസാല, ചിക്കൻ മസാല, ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇപ്പം ഇത്ര ഐറ്റമാണ്. ഇനി നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്കിതിലേക്കൊന്ന് ചിക്കൻ കൂടി ഒന്ന് ആഡ് ചെയ്തെടുക്കണം. ഇതിന് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. ആ ഒരു സമയത്ത് നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ, ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഓണിയൻസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു റോസ്മെല്ല് മാറിക്കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വെച്ച് വേവിക്കാൻ വെച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാറിലോട്ട് നമ്മുടെ ചിക്കന് മൊത്തം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ആവരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെയാണ് നമ്മൾ ക്രഷ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ വെച്ച പാനിൽ ഇഞ്ചിയും അതേപോലെ പച്ചമുളകും പേസ്റ്റ് ചെയ്തത് നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് ഇട്ടതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ പണി തുടങ്ങാനായിട്ട്. ഈവനിങ്ങിൽ എന്തില്ലെങ്കിലും ഇതുണ്ടാക്കി കഴിഞ്ഞാൽ വയറും നിറയും മനസ്സും നിറയും. ഇതുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്, അതിലേറെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച എല്ലാ തരം മസാലപ്പൊടികളും നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കും. ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചാനലിൽ 200 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാനായിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫാമിലീസിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തെടുക്കുക. അല്ല, പറഞ്ഞ് നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു അടിപൊളി ചക്കക്കുരു കട്ട്ലറ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. എൻ്റെ യൂട്യൂബ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഇതേപോലെ ഉള്ള കുക്കിംഗ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ മാത്രമല്ല, ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസിന് വേണ്ടി എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാല മൊത്തം ഈ ഒരു ചിക്കനിലോട്ട് നന്നായി പിടിപ്പിക്കണം കേട്ടോ, എന്നാലേ നമുക്കതിൻ്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മുടെ നേരത്തെ വെച്ച ചിക്കനിലോട്ട് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നോക്കിയൊക്കെ വേണം ഉപ്പിടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരു തൊലി കളഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ആ ഫില്ലിങ്സിലോട്ട് ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ കറിവേപ്പിലിട്ട് നന്നായി വീണ്ടും മിക്സ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് എടുത്ത് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. ഇനി വരുന്ന പ്രോസസ്സൊക്കെ നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. 2 മുട്ട ഒരു ബോളിൽ പൊട്ടിച്ച് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. മറ്റൊരു പ്ലേറ്റിൽ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ, നമ്മുടെ കട്ട്ലേറ്റ് എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം ചൂട എണ്ണയിൽ ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുക. ബ്രെഡ് ക്രംസ് കട്ട്ലേറ്റിൽ നല്ലവണ്ണം എല്ലായിടത്തും പിടിപ്പിക്കുക, എന്നാലേ പുറത്ത് നല്ല ക്രിസ്പി ആവുകയുള്ളൂ. ജസ്റ്റ് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡിലും ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിതിനൊന്ന് കോരി. ഇനി 7 കട്ട്ലറ്റിനെ നമ്മൾ എണ്ണയിൽ നിന്നെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കും. ഇത് കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.